തൃശൂരിൽ നിരോധിത ലഹരിയുമായി സഹോദരങ്ങളടക്കം 3 പേർ അറസ്റ്റിലായി. 4 കിലോ കഞ്ചാവും 70 ഗ്രാം MDMA-യുമാണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. തൃശൂർ സ്വദേശികളായ ആഞ്ജനേയൻ, സഹോദരങ്ങളായ അലൻ, അരുൺ എന്നിവർ പിടിയിലായി. അലന്റെ വാടക വീട്ടിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, എപ്പോഴാണ് ഈ സംഭവം? ഇപ്പോൾ 3 പേർ പിടിയിലായിരിക്കുന്നു. ഇവർ നേരത്തെയും ലഹരിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ആളുകൾ തന്നെയാണോ? നെടുപുഴ പോലീസാണ് ഇവരെ പിടികൂടുന്നത്. രഹസ്യവിവരം ലഭിച്ചിരുന്ന ഒരു വാടക വീടെടുത്ത് വലിയ തോതിൽ ലഹരി കച്ചവടം നടത്തുന്നെന്ന വിവരം പോലീസ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 3 സഹോദരങ്ങൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നാണ് പ്രധാനമായും ഇവർ ലഹരി കൊണ്ടുവരുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സഹോദരങ്ങളായ അരുൺ, അതുപോലെ തന്നെ അലൻ, ആഞ്ജനേയ എന്നിവർ പിടിയിലായിട്ടുണ്ട്. മാത്രമല്ല 2 പേർ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അതായത് ഈ കച്ചവടത്തിൽ പങ്കാളികളായ 2 പേർ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. വലിയ തോതിൽ തൃശ്ശൂർ നഗരത്തിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലേക്ക് ലഹരി കച്ചവടം നടക്കുന്നു എന്ന വിവരം പോലീസിനും എക്സൈസിനും ഉണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ തോതിൽ പരിശോധനകൾ നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു വാടക വീട്ടിൽ ലഹരി കച്ചവടം നടക്കുന്നു എന്ന വിവരം ലഭിക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് പരിശോധന നടത്തുന്നത്. 3 പേർ പിടിയിലായിട്ടുണ്ട്. ഇവരുടെ മാതാവ് സ്ഥലത്തില്ല. പിതാവ് മരിച്ചതാണ്. മാതാവ് വിദേശത്ത് ജോലി ചെയ്യുകയാണ്. ഇതിനിടയിൽ ഒരു എക്സ്ട്രാ മണിക്ക് വേണ്ടി മറ്റ് ചെലവുകൾക്ക് വേണ്ടി പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ലഹരി കച്ചവടം നടത്തിയതെന്നാണ് പോലീസിനോട് നൽകിയിരിക്കുന്ന വഴി. പക്ഷേ പോലീസ് അത് വിശ്വസിക്കുന്നില്ല. വൻതോതിൽ ലഹരി കൊണ്ടുവന്ന് കച്ചവടം നടത്തുന്നു എന്ന വിവരമാണ് നിലവിൽ പോലീസിനുള്ളത്. സ്മൃതി, കഞ്ചാവും MDMA-യുമായിട്ടാണ് 3 യുവാക്കൾ തൃശ്ശൂരിൽ പിടിയിലായിരിക്കുന്നത്.